കോഴിക്കോട് എലത്തൂരിൽ ഇന്ധന ചോർച്ചയുണ്ടായിരിക്കുന്നു. HP സംഭരണ കേന്ദ്രത്തിലാണ് ഡീസൽ ചോർച്ചയുണ്ടായത്. സംഭരണ കേന്ദ്രത്തിന് മുന്നിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഓവർഫ്ലോ ആണ് ഇന്ധനം പുറത്തേക്കൊഴുകാൻ കാരണം. ഇന്ധനം ഓടയിലൂടെ ഒഴുകിയെത്തിയതെന്നും ഇത് നിത്യേന സംഭവമാണെന്നും നാട്ടുകാർ പ്രതികരിച്ചിട്ടുണ്ട്. ലതീഷ് ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതിനു മുൻപ് നമുക്ക് നാട്ടുകാരുടെ പ്രതികരണം കേൾക്കാം. ഇന്നിപ്പോ ഇവിടെ ഇങ്ങനെ ലീക്കാ വന്നത്. ആള് വന്ന് നോക്കിയപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒഴുകി പോകുന്നത് നല്ലോണം കാണുന്നത്. അത് അവിടുന്ന് അവർ മുക്കി ഒഴിക്കുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ബക്കറ്റ് കൊണ്ട് മുക്കി ഒഴിക്കുന്ന സൗണ്ട്. അങ്ങനെയാണ് ഇവിടേക്ക് കൂടുതലായി ഒഴുകി ഇങ്ങനെ വരുന്നുണ്ട്. രാവിലെ തുടങ്ങുന്ന സ്മെല്ലാണ്, രാത്രി വരെ ഉണ്ടാവും. ലതീഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലതീഷ്, ബാരലുകളിൽ ഇപ്പോൾ നാട്ടുകാർ ഈ ഇന്ധനം ശേഖരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധം. ആശങ്കപ്പെടേണ്ടതില്ല എന്ന് HP അധികൃതർ പറയുമ്പോൾ പോലും അങ്ങനെയാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണോ? കാവ്യ, ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ഇതുവരെ ഫയർഫോഴ്സ് സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ നിന്ന് മടങ്ങി. ഈ ബാരലിൽ നേരത്തെ നിറച്ചു വെച്ച ഇന്ധനം വെള്ളവും, കാരണം ഓടയിലൂടെ വെള്ളം ഒഴുകിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഓടയിലൂടെ വെള്ളവും ഒഴുകിയിരുന്നു. അതിലൂടെയാണ് ഈ ഇന്ധനം കൂടി ഓവർഫ്ലോ ആയി ഇവിടെ നിന്നും വന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ഓവുചാലിലൂടെ വന്ന ഡീസൽ അടങ്ങുന്ന വെള്ളവും ഡീസലും അടങ്ങുന്ന ദ്രാവകമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇതിൽ നിന്നാണ് ആളുകൾ ബാരലിലേക്ക് മുക്കി ഒഴിച്ചത്. നിരവധി ആളുകൾ അതേപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എത്തി ബാരലുകളിലെല്ലാം നിറച്ചിരുന്നു. മുഴുവനും ഡീസലല്ല, വെള്ളവും ഉൾപ്പെടെ ആണ് നിറച്ചത്. എന്തായാലും സുരക്ഷാ സംവിധാനത്തിലുണ്ടായ ഒരു പ്രശ്നമാണ് ഈ വിഷയത്തിലേക്ക് പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അധികൃതർ പറയുന്നത് അതുതന്നെയാണ്. കാരണം ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ HP സംഭരണശാലയിലേക്ക് ഡീസൽ നിറയ്ക്കുന്ന ഘട്ടത്തിൽ അത് ഓവർഫ്ലോ ആവാതിരിക്കാൻ ഒരു അലാറമുണ്ട്. ആ അലാറം പ്രവർത്തനരഹിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓവർഫ്ലോ ആയത് അധികൃതർ അറിഞ്ഞില്ല. ആ ഓവർഫ്ലോ ആയ ഡീസൽ ഈ ചാലിലൂടെ ഇതിനുള്ളിൽ നിറഞ്ഞ്, സംഭരണിക്കുള്ളിൽ നിറഞ്ഞ് നിലത്ത് നിന്ന് ഈ ഓവുചാലിനുള്ളിലൂടെ പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. 4:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനുശേഷം ശരി ലതീഷ്, എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുമ്പോൾ പോലും ആശങ്കകൾ പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. ആ നിലയിലുള്ള പ്രതിഷേധമാണ്, ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയും സംഭവ സ്ഥലത്തെത്തി സംഘടിപ്പിച്ചത്. ലതീഷാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്.